വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ നാളെയാണ് ബംഗാളിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വലിയ വലിയ റിപ്പോർട്ടുകളൊക്കെയാണ് ബംഗാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ബംഗാളിൽ യോഗിയുടെ സിംഹക്കുട്ടിയായിട്ടുള്ള അജയ് പാൽ ശർമ്മ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെയാണ് അവിടെ മുർഷിദാബാദിലടക്കം നിയോഗിച്ചിരിക്കുന്നത് പല കാര്യങ്ങൾക്കും നിരീക്ഷണത്തിനായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇയാൾ അവിടെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അമിത്ഷായുടെ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്, ഏപ്രിൽ 29 പുറത്തുപോയി ഭയമില്ലാതെ വോട്ട് ചെയ്യൂ, ദീദിയുടെ ഗുണ്ടകളെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം നിങ്ങൾക്ക് പിറകിൽ ഞാനുണ്ട് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ഘട്ടത്തിലും CRPFനെ വിന്യസിച്ചിട്ടുണ്ട്. ബംഗാളിൽ ഒരു BJP സർക്കാർ വരുമെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷവും CRPF സേന 60 ദിവസം ഇവിടെ തുടരും. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നാണ് അമിത്ഷാ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ സന്ദേശ് ഖാലിയില് അവിടെ ഹിന്ദു കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത ഒരുത്തനുണ്ട്, ജഹാംഗീർ ഖാൻ എന്നാണ് അവന്റെ പേര്. അപ്പൊ ഇവനെ നിരീക്ഷണത്തിൽ വയ്ക്കാൻ, ഇവൻ അവിടെ സ്ഥാനാർത്ഥിയാണ്, അപ്പൊ ഇവനെ നിരീക്ഷണത്തിൽ വയ്ക്കാൻ അജയ് പാൽ ശർമ്മ തീരുമാനിച്ചിട്ടുണ്ട്. ഇവൻ അത് ഭയന്ന് ഒളിച്ചോടി ഇവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പൊ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ സുരക്ഷ ശക്തമാക്കാനായിട്ട് അജയ് പാൽ ശർമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാളുടെ ഉദ്യോഗസ്ഥരോട് തന്നെ പറയുന്ന ഒരു കാഴ്ച നമുക്ക് ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അവനെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് ലജ്ജാകരമാണ് എന്നാണ് അജയ് പാൽ ശർമ്മ അവരോട് തന്നെ പറയുന്നത്. ഇതിനിടയിൽ TMCയുടെ നേതാക്കൾ പരസ്യമായി അജയ് പാൽ ശർമ്മയ്ക്കെതിരെ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവർ പറയുന്ന സംഭവം, അതായത് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് TMC നേതാക്കൾ അജയ് പാൽ ശർമ്മയ്ക്കെതിരെ പറയുന്നത്, ഞങ്ങൾ നിന്നെ നോട്ടമിട്ടിട്ടുണ്ട്, മെയ് 4 ശേഷം BJP നേതാക്കൾക്ക് പോലും നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല, ഒരു യോഗി ആദിത്യനാഥ് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, നിന്നെ UPയിൽ വന്ന് ഞങ്ങൾ പൊക്കും, UPയിൽ വന്ന് പൊക്കിയിട്ട് ബംഗാളിൽ കൊണ്ടുവന്ന് നിന്നെ തലകീഴായി ഞങ്ങൾ കെട്ടിത്തൂക്കും എന്നാണ് അജയ് പാൽ ശർമ്മയ്ക്കെതിരെ ഇവന്മാര് പറയുന്നത്. ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നമ്മളെ മെട്രിക്സ് സർവേ നടത്തുന്ന അതിന്റെ തലവനുണ്ടല്ലോ, മെട്രിക്സ് സർവേ നമ്മുടെ രാജ്യത്ത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള സർവേ ആണ് മെട്രിക്സ്. ABP മെട്രിക്സ് സർവേ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന്റെ തലവൻ വന്ന് പറയുകയാണ്, BJPക്ക് 180 മുതൽ 190 സീറ്റ് വരെ കിട്ടാനായിട്ടുള്ള സാധ്യത ബംഗാളിലുണ്ട് എന്ന് അയാൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനൽ വന്ന് പരസ്യമായി പറയുന്നു. അപ്പൊ BJP പ്രവർത്തകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് മാറ്റം ഭൂമിയിലും ഡാറ്റയിലും പ്രകടമാണ് എന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലും നാളെ വമ്പൻ ആക്രമണം നടക്കാനുള്ള വലിയ സാധ്യതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കൗൺസിലർമാർ അടക്കം വലിയ ഭീഷണിയാണ് ഈ BJPക്കെതിരെ ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ബംഗാൾ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനായി കൊൽക്കത്തയിലെ CRPFന്റെ ഇന്റഗ്രേറ്റഡ് കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ്. 24/7 നിരീക്ഷണം നടത്താനാണ് തുറന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് 7 സുരക്ഷാ ക്ലസ്റ്ററുകളാക്കി വിഭജിച്ചു. തത്സമയ GPS ട്രാക്കിംഗ് ഉണ്ട്, QRT ഏകോപനമുണ്ട്, തത്സമയ നിരീക്ഷണമുണ്ട്. എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് ഇതൊരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണ് കേട്ടോ ബംഗാളിൽ. നമ്മുടെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ്. സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ BSF, CISF, CRPF, ITBP, SAP, RPF എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന. കൂട്ടത്തിൽ അജയ് പാൽ ശർമ്മയും. എന്ത് തോന്നുന്നു? സ്വാതന്ത്ര്യാനന്തരം ബംഗാളില് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നാണ് പഴയ ആൾക്കാർ പറയുന്നത്. ഈ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ഞാനും ഇത് കണക്കൊരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല. ഇടതുപക്ഷം അവിടെ ഭരിക്കുമ്പോൾ 30 ലക്ഷം പേരെയാണ് കൊന്നൊടുക്കിയിരുന്നത്. 30 ലക്ഷം പേര്. ലോകത്തിലെ രണ്ടാമത്തെ കൂട്ടക്കുരുതിയായിട്ടാണ് അത് കണക്കൂട്ടുന്നത് ഇടതുപക്ഷം. അതിനകത്ത് 25 ലക്ഷം പേരെ കൊന്നു എന്നുള്ളത് ജ്യോതി ബസു തന്നെ ഒഫീഷ്യലി സമ്മതിച്ചു. ഇത്രയും പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കൊലപ്പെടുത്തിയ ശേഷം ഈ മൃതദേഹം ഉപ്പ് പൊതിഞ്ഞ ചാക്കുകളിലാണ് കുഴിച്ചിട്ടിരുന്നത്. അതായത് പുറം ലോകം അറിയാതിരിക്കും. ഇത് അവർ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നതാണ്. ഈ മെത്തേഡ് കേരളത്തിലും നടപ്പാക്കണമെന്ന് അവർ പറയുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം വന്നത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജി ഇതേ പാതയാണ് പിന്തുടർന്നിരുന്നത്. 2021 കുമാരി മമതാ ബാനർജി പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ഹിന്ദുക്കളൊന്നും ഓർക്കണം, ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങൾ സ്വസ്ഥമായി നിൽക്കുന്നത്. ഞാൻ ഒരു നിമിഷം ഇവിടുന്ന് മാറിയാൽ അവർ നിങ്ങളെ തീർത്ത് കളയും. 1 സെക്കൻഡ് മതി അവർക്ക് നിങ്ങളെ തീർക്കാൻ. ആർക്ക്? മുസ്ലിങ്ങൾക്ക് നിങ്ങളെ തീർക്കാൻ 1 സെക്കൻഡ് മതി. ഞാൻ ഉള്ളതുകൊണ്ടാണ്, എന്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ കഴിയുന്നത്, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിങ്ങൾ കഴിഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. 2021 BJP 77 സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഹിന്ദുക്കൾ താമസിക്കുന്ന ഏരിയയിൽ വലിയ തീവപ്പും കൊലപാതകങ്ങളും അരങ്ങേറി. 1.25 ലക്ഷത്തോളം പേര് അസാമിലേക്ക് പലായനം ചെയ്ത് ഓടുന്ന ഒരു ദൃശ്യം കണ്ടു. പിന്നീട് അവിടെ നടന്ന ഒരു നരനായട്ടായിരുന്നു. കാരണം അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. 1977 വരെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണ് CPM വരുന്നത്. അപ്പൊ CPM തുടങ്ങി വെച്ചതാണ് ഈ രാഷ്ട്രീയ കൊലപാതകം. എതിർക്കുന്നവരെല്ലാം കൊലപ്പെടുത്തുക, എതിർ ശബ്ദം. കാരണം ഇവരുടേതായ ഗുണ്ടകൾ, അതായത് മമതയുടെ ഗുണ്ടകൾ ഈ ബൈക്കിൽ ഇങ്ങനെ ചുറ്റിത്തിരിയും. ഒരു കോൾ എവിടുന്നേലും വന്നാൽ ഈ ബൈക്കുകൾ ഇങ്ങനെ ആർത്ത് ഇറച്ച് ഇങ്ങനെ എത്തും, 2 വീലറുകൾ.
ആ ടൂ വീലറിൽ വരിക, അവരുടെ കയ്യിൽ ബോംബുണ്ട്, വടിവാൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, വീടുകൾ കത്തിക്കുക, അവരെ അരിഞ്ഞു തള്ളുക. ഇതാണ് അവിടെ നടക്കുന്ന ഒരു നരനായിട്ട്. അപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും BJP പതുക്കെ ശക്തമാകുന്നു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുന്നു. ബംഗാൾ കൈവിട്ടു പോവുകയാണ് എന്നൊരു തോന്നുന്നു. ഒരു പ്രത്യേക രാജ്യം പോലെയാണ്, അതായത് സുഡാപ്പികൾക്കും മറ്റും അഴിഞ്ഞാടാനുള്ളത്. ഇപ്പോൾ ഈ രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവിടുത്തെ പല മണ്ഡലങ്ങളിൽ 30% മുസ്ലിം പോപ്പുലേഷൻ, മുസ്ലിം വോട്ടർമാർ എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഇത്തവണ BJP വളരെ നേരത്തെ തന്നെ അതിനുവേണ്ടി പ്ലാൻ ചെയ്തിരുന്നു, അതിനുവേണ്ടി സജ്ജമായിരുന്നു. 2021 സംഘർഷത്തിൽ നമ്മൾ കണ്ട കാഴ്ച, BJPയുടെ നേതാക്കൾ പോലും പലായനം ചെയ്തു പ്രാദേശികമായിട്ട്. BJPക്ക് അങ്ങനെ സ്ട്രോങ് നേതാക്കളില്ല. അതായത് അവിടുത്തെ ഹിന്ദുക്കൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ആരോട് പോയി ഇത് പറയണം? കാരണം ഈ RSS അല്ലെങ്കിൽ വിശ്വ ശക്തമായ ഒരു സംസ്ഥാനമൊന്നും അല്ലത്, ഞങ്ങൾ ആരോടാണ് പോയി പറയേണ്ടത്? BJPയുടെ നേതാക്കൾ പോലും ഇവിടെ സ്ഥലത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തവണ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് വരികയും അവിടെ ഈ സേനയെ വിന്യസിക്കുകയും ചെയ്തു. നേരത്തെ ധനുഷ് പറഞ്ഞ ഈ UPയിലെ ഈ എൻകൗണ്ടറിന്റെ തലവനായിട്ടുള്ള പോലീസ് ഓഫീസർ, IPS ഓഫീസറെ ഇലക്ഷൻ കമ്മീഷനാണ് ഈ ക്രമസമാധാന ചുമതലയ്ക്ക് വേണ്ടിയിട്ട് പല സംസ്ഥാനത്തു നിന്നും ഡെപ്യൂട്ടേഷൻ IPS ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാറുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നാണ് ഈ മുർഷിദാബാദിലും 24 ഫർഗാനയിലുമൊക്കെ അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് പോകുന്നത്. അദ്ദേഹം ഇന്നലെ അവിടെ വരുമ്പോൾ ഈ TMCയുടെ ഗുണ്ടയും അവിടുത്തെ നേതാവുമായ ഖാൻ എന്റെ വീട് എവിടെയെന്ന് അവിടുത്തെ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, ബംഗാൾ പോലീസിനോട്. അപ്പോൾ ബംഗാൾ പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എന്ന്. ബംഗാൾ പോലീസ് മമതയുടെ വലങ്കയ്യകള് ബംഗാൾ പോലീസിനോട് ചോദിക്കുന്നു, ബംഗാൾ പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു. ഒടുവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തിരക്ക് ചെല്ലുകയാണ് വീട്. ഒടുവിൽ അദ്ദേഹം ആ വീട് കണ്ടെത്തുന്നു. വീട് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഖാൻ ഇല്ല അവിടെ, ഖാൻ മുങ്ങി. ഖാന്റെ സഹോദരങ്ങളെയും ഹിന്ദുക്കളെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു മര്യാദക്കായിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കാലെ വാരി നിലത്തടിക്കും എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ആ വീഡിയോ ആണ് കണ്ടത്. അതിനുശേഷം അദ്ദേഹം ബംഗാൾ പോലീസിനോടാണ് പറഞ്ഞത്, ലജ്ജാകരമാണ്, ഇത് കണക്കൊരു പ്രമുഖ നേതാവ്, ഒരു ഗുണ്ട അയാളുടെ വീട് എനിക്ക് കാട്ടിത്തരാതിരുന്നത് വളരെ ലജ്ജാകരമാണ് ബംഗാൾ പോലീസിനോടാണ് പറഞ്ഞത്. അതിന് 2 ദിവസം മുമ്പ് നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച ഉണ്ടായിരുന്നു. ശ്രീ അമിത്ഷായുടെ ഒരു യോഗം അവിടെ നടക്കുന്നു. യോഗം നടക്കുമ്പോഴേക്കും ആ പ്രവർത്തകരെ ഇടയിൽ പ്രകോപനം സൃഷ്ടിക്കാനായിട്ട് ബംഗാൾ പോലീസ് ആ സ്റ്റേജിന്റെ വേദിയുടെ മുൻപിൽ വരുന്നു. അവിടെ 1-2 പ്രവർത്തകർ നിൽക്കുന്നു. ബാരിക്കേഡിനകത്താണ് അവർ നിൽക്കുന്നത്. സ്വാഭാവികമായി തന്നെ ബാരിക്കേഡിന് അകത്ത് ആരും നിർത്താറില്ല. വെസ്റ്റ് ബംഗാൾ പോലെയൊക്കെയുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള റാലികൾ കുറവാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ അടുക്കും ചിട്ടയോടും കൂടി നടക്കുന്നത്. ബംഗാളിൽ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് ഇത്തരം റാലികൾ തന്നെ പുതുമയുള്ളതാണ്. അപ്പൊ അവിടെ വരുന്നു 1-2 പ്രവർത്തകർ, അത് BJPയുടെ തന്നെ വക്രന്മാരാണ് അവർ ഈ ബാരിക്കേഡിന് അകത്ത് നിൽക്കുന്നു. കാരണം 2 ബാരിക്കേഡ് ഉണ്ട്, ആ ബാരിക്കേഡിനകത്ത് സ്പേസ് ഒഴിച്ചിടുകയാണ് സാധാരണ ചെയ്യുന്നത്. അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും ഈ പോലീസുകാരെത്തുന്നു. പോലീസുകാരനെത്തിയിട്ട് ഇവരെ അടുത്ത് മാറാൻ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ വാക്കുതർക്കമാകുന്നു. അമിത്ഷാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അമിത്ഷാ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോകൂ, നിങ്ങൾ മാറൂ എന്ന് പറയുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അത് മൈൻഡ് ചെയ്യുന്നേയില്ല. മൈൻഡ് ചെയ്യാതെ ഇവരെ പ്രകോപിപ്പിക്കുകയാണ് അതിൽ നിൽക്കുന്ന പ്രവർത്തകർ. അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കി പ്രസംഗം അലങ്കോലപ്പെടുത്തണം മൈൻഡ് ചെയ്യുന്നില്ല അയാൾ. അവസാനം ക്ഷുഭിതനായ അമിത്ഷാ പറഞ്ഞു, തന്റെ ബോഡി ഗാർഡിനോടാണ്, തന്റെ കൂടെ SPGയോടാണ് പറഞ്ഞത് അയാളെ പിടിച്ച് മാറ്റാൻ പറഞ്ഞു അവിടുന്ന്. ആ ബംഗാളി പോലീസുകാരൻ അവിടുന്ന് മാറ്റൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബംഗാളി പോലീസുകാരോടാണ് ഞാൻ പറഞ്ഞത് മാറാനായിട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ SPG സുരക്ഷയുള്ള ഉദ്യോഗസ്ഥർ അങ്ങോട്ട് ചെല്ലുന്നു, ഈ പോലീസിനെ തട്ടി പൊക്കളാൻ പറയുന്നു. അപ്പൊ അതായത് പോലീസും ഗുണ്ടയും മമതയും ചേർന്ന് അവിടെ നടത്തുന്ന ഒരു തേർവാഴ്ചയാണ്. ഇപ്പോൾ ഇവർക്കെല്ലാം വെപ്രാളം തോന്നി തുടങ്ങിയിരിക്കുന്നു. കാരണം പോലീസ് പോലും കടന്നു കയറാൻ മടിക്കുന്ന നാദിയയിലെയും മുർഷിദാബാദിലെയും മറ്റുമൊക്കെ ഗുണ്ട ഇടങ്ങളിൽ CRPFും ഒപ്പം തന്നെ മറ്റ് ഏജൻസികളുമൊക്കെ കടന്നു ചെല്ലുന്നു. ഈ ഗുണ്ടകളെ കൈയോടുകൂടി പിടികൂടുന്നു. ഇവിടെ ജനങ്ങൾക്കുള്ളൊരു വലിയ വിഷയമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല, ഭീതിയാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കിടയിലാണ് ഇതുള്ളത്. വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഇവർ വലിയ ആക്രമണം നടത്തും. അപ്പൊ അവർക്ക് ഒരു അനുഭവമുണ്ട്. അതുകൊണ്ടാണ് അവരിത് പറയുന്നത് 2021 ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ ആണ് അമിത്ഷാ പറഞ്ഞത്, 2 മാസക്കാലം ഈ സേന ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ ലെവലാക്കിയിട്ട് അവർ പോകും. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സേന വന്നത് വെറും ലാത്തിയും തോക്കുമായിട്ടായിരുന്നില്ല. അവരുടേത് ഈ സാധാരണ നമ്മൾ കാശ്മീരിലും മറ്റുമൊക്കെ ഈ വിഘടനവാദികളും മറ്റും വർക്ക് ചെയ്യുന്നിടത്ത് അവർ ഉപയോഗിക്കുന്ന അവരുടെ വാഹനങ്ങൾ, അവരുടെ ഈ കവചിത വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളടക്കം, ഇതൊക്കെ നമ്മൾ മുമ്പ് കാശ്മീരിലെ കണ്ടിട്ടുള്ളൂ, അത്തരം വാഹനങ്ങളടക്കമാണ് അവിടെ എത്തിയത്. അപ്പം ഇങ്ങനെ അവിടെ ഒരു തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ 30%, 25 to 30% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലങ്ങളാണ്. അവിടെ ഹിന്ദു വോട്ടർമാരുണ്ട് 70%. ആ ഹിന്ദു വോട്ടുകളിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നാൽ, ആ ഹിന്ദു വോട്ടർമാർ കൃത്യമായി അവിടെ വോട്ട് ചെയ്യാൻ എത്തിയാൽ അവിടെ BJPക്ക് ഒരു വലിയ മാർജിൻ കിട്ടില്ല എങ്കിൽ പോലും ഏകദേശം ഒരു 45 സീറ്റില്ല 50 സീറ്റിനടുത്ത് അവർക്ക് ജയിക്കാൻ കഴിയും സ്വാഭാവികമായി തന്നെ.
പക്ഷെ ഇവിടെ മമതയുടെ സ്ട്രോങ് തട്ടകമാണ്. അതിലെ 55 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് മണ്ഡലങ്ങളാണ്, ഗുണ്ടകളുടെ വിളയാട്ട ഭൂമിയാണ്. മറ്റൊന്ന്, അതിന് ഇപ്പോഴേ നമ്മുടെ മാധ്യമങ്ങൾ തള്ളിവിടുന്ന ഒരു സാധനമുണ്ട്, ഇത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അവർ പറയുന്നത് സ്ത്രീ വോട്ടർമാരൊക്കെ എന്ന് പറഞ്ഞാൽ മമതയുടെ ചങ്കുകളാണ്, അവർ നാളെ ഒഴുകും. കാരണം എന്താ, ഒന്നാം ഘട്ടത്തിൽ സ്ത്രീ വോട്ടർമാരായിരുന്നു കൂടുതൽ, രണ്ടാം ഘട്ടത്തിൽ സ്ത്രീ വോട്ടർമാർ കൂടുതലായി വന്ന ഇവർക്ക് ഇരുന്ന് ചർച്ചയ്ക്കാവല്ലോ ഈ സ്ത്രീ വോട്ടർമാരെല്ലാം മമതയുടെ ആളാണ്, മമതയ്ക്ക് വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ അത് അടിച്ചു വെക്കുന്നത്. ആണി അടിച്ചെങ്കിൽ ഇപ്പോഴേ വെച്ചേക്കുക സാധനം, ഇനി അതങ്ങോട്ട് എടുത്താൽ മാത്രം മതി. പക്ഷേ അവിടെ ഇത്തവണ ബി ജെ പി വലിയ പ്രതീക്ഷ വെക്കുന്നു. ഈ 142 മണ്ഡലങ്ങളിൽ ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ചത് 18 മണ്ഡലങ്ങളാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പാറ്റേൺ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ ബി ജെ പി അവിടെ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയയും ഈ 55 സീറ്റ് എന്നുള്ളത് അവർ ആ 55 സീറ്റിലാണ് ധനുഷ് കഴിഞ്ഞ ദിവസം അതിനകത്തൊരു സീറ്റിലാണ് ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നമ്മുടെ മനോരമയുടെ ഭാഷയെ പറഞ്ഞ ആളുകൾ തല്ലുന്നു എന്ന് പറഞ്ഞിട്ട്, അവർക്ക് ആളുകളാണത്. തൃണമൂൽ ഈ പറയുന്ന TMCയുടെ ഗുണ്ടാളാണ് തല്ലുന്നത്. കാരണം അത് അവിടെ കടന്നു കയറാൻ ബി ജെ പിക്ക് കടന്നു കയറാൻ പറ്റാത്ത മേഖല 55 സീറ്റുകളുണ്ട് അങ്ങനെ. അപ്പം ആ സീറ്റുകൾ ഒഴിച്ചിട്ട് ബാക്കി സീറ്റുകളെ കൃത്യമായി തന്നെ വർക്ക് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഒപ്പം തന്നെ ഇപ്പൊ പഴയതുപോലെ അല്ല ബി ജെ പിക്കാർക്ക് അവിടെ ഒരു ആവേശം കിട്ടി. ഈ സേന വന്നതും അവരുടെ നേതാക്കൾ, ഈ അമിത്ഷായെ പോലെയുള്ള അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ പോലുള്ള നേതാക്കൾ അവിടെ എത്തുന്നു. യു പിയിലും ബീഹാറിലുമുള്ള മറ്റ് അവരുടെ പ്രമുഖരായ നേതാക്കൾ അവിടെ തമ്പടിച്ചതിന് ശേഷം അവരടുത്ത് പറയുന്നു, നിങ്ങൾ എന്തിനു വേണേ ഇറങ്ങിക്കോ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ധൈര്യം വന്നു. അതിന്റെ ഭാഗമായിട്ട് അടിക്ക് തിരിച്ചടി അപ്പൊ തന്നെ കൊടുക്കുന്നുമുണ്ട്. രണ്ട് ഭാഗത്തും അടിയുണ്ട്. അല്ലാതെ അടി കൊണ്ടുകൊണ്ട് പോകുന്ന സഖാക്കന്മാരെ പോലെ അല്ല അവിടെ ഇപ്പോഴത്തെ അവസ്ഥ. അടിയും തിരിച്ചടിയുമുണ്ട്. ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ്. അതിനിടയ്ക്ക് ഇന്നലത്തെ അവിടുത്തെ ഒരു തൃണമൂലിന്റെ MP പരാതിയുമായിട്ട് രംഗത്തെത്തി. ഒരു ഫേസ്ബുക്ക് ലൈവ് ആയിരുന്നു, കാറിലിരുന്നുകൊണ്ട് എന്നെ BJP-ക്കാർ കല്ലെറിഞ്ഞു ആക്രമിച്ചു എന്ന് പറഞ്ഞു. അവസാനം പ്രതിയെ പിടിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തന. അതായത് ഇവരൊരു ഡ്രാമ അവിടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഒരു സംസ്ഥാനത്ത് ഭരണം മാറുന്നത് എങ്ങനെയെന്ന് അറിയാൻ എളുപ്പമായ ഒരു മാർഗം അവിടുത്തെ പോലീസുകാരുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ആ പോലീസുകാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭരണം മാറുമോ ഇല്ലയോ എന്ന് കൃത്യമായി അറിയാൻ പറ്റും. വെസ്റ്റ് ബംഗാളിന്റെ വീഡിയോസും മറ്റും കാണുമ്പോൾ അവിടുത്തെ പോലീസുകാരിൽ കുറച്ചധികം പേർക്ക് ഒരു വർദ്ധിത വീര്യം കിട്ടിയിട്ടുണ്ട്. അവർ ഈ ഗുണ്ടകളെയും മറ്റുമൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്ന വിഷ്വൽസ് ഉണ്ട്. ഒരുപക്ഷെ ബംഗാളിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മൾ അങ്ങനത്തെ വിഷ്വൽസ് ഒന്നും കണ്ടിട്ടില്ല. അതായത് ഭരണം മാറുന്നു എന്നതിന്റെ സൂചനയാകാം ഒരുപക്ഷെ ഈ പോലീസുകാർ ഇപ്പോഴേ തന്നെ മാറി തുടങ്ങുകയാണ്. കാരണം ഇനി വരാൻ പോകുന്ന നാളുകൾ ഇവർക്ക് ആർജവത്തോടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പോലീസുകാർ, അതല്ല ഗുണ്ടകൾക്ക് വേണ്ടിയിട്ടും ഈ കടന്നുകയറ്റക്കാർക്ക് വേണ്ടിയിട്ട് വിടുപടി ചെയ്യുന്ന പോലീസുകാരാണ് ഇവിടെ കൂടുതലുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പാസ്പോർട്ട് ശരിയായി കൊടുക്കുക, ആധാർ കാർഡ് ശരിയായി കൊടുക്കുക, ഇതൊക്കെയാണ് അവിടുത്തെ പോലീസുകാരുടെ മെയിൻ പണികൾ. അവിടുത്തെ പോലീസിന് അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു സ്ഥലത്തിന് പോലീസിന് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് അരാജകത്വം എന്നുള്ളത് തന്നെയാണ്. അതായത് ലോ ആൻഡ് ഓർഡർ നഷ്ടപ്പെട്ടാൽ അവിടെ സംഭവിക്കുന്ന അരാജകത്വമാണ്. ആ അരാജകത്വ ഭൂമിയിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ 79 ക്രൂഡ് ബോംബ് പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇതുവരെ ബംഗാളിൽ നിന്ന് പിടിച്ചെടുത്ത പണം എത്രയെന്നറിയാം? 504 കോടി രൂപയാണ് സീസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തുകയാണ്. ഇത് ഇത്രയും തുക അവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നാളെ വലിയ രീതിയിലുണ്ട്. പക്ഷെ സൈന്യം വളരെ ശക്തമായി 2.5 ലക്ഷം പേരാണ് CRPF. പക്ഷെ അത്രയും സൈനികരുണ്ടെങ്കിൽ പോലും സംഘർഷം നടക്കാൻ സാധ്യത കൂടുതലും. കാരണം അവിടുത്തെ ഒരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മമതയുടെ ഗുണ്ടകളും തലേ ദിവസവും അതിന് മുമ്പത്തെ ദിവസവും കയറിയിട്ട് ഈ ചെറിയ മെഗാഫോൺ ഉണ്ട്, അത് വെച്ചിട്ട് പറയും, നിങ്ങൾ ഇന്ന ദിവസം പുറത്തിറങ്ങരുത്, അതായത് വോട്ടിങ്ങിന്റെ നിങ്ങൾ പുറത്തിറങ്ങരുത്, ഇത്ര മണിവരെ പുറത്തിറങ്ങരുത്, നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ വീട് ഞങ്ങൾ കത്തിക്കും, നിങ്ങളെ ഇല്ലാതാക്കും എന്ന് പറയുകയും അവിടെ 1-2 പേരൊക്കെ വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്ത് ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കും. ആ ഭീകരാന്തരീക്ഷത്തിൽ ഭയചകിതരായിട്ടുള്ള ആ നാട്ടുകാർ, സ്ത്രീകൾ ഇല്ലെങ്കിൽ മറ്റുള്ളവർ വോട്ട് ചെയ്യാൻ പോകാതെ വരും. മമതയുടെ ടീമുകളും ചെന്ന് വോട്ട് കുത്തിയിടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പരമ്പരാഗത രീതി. ആ രീതി ഇത്തവണ മാറും. ആ രീതി മാറിക്കഴിഞ്ഞാൽ അത് ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും ബംഗാളിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നാളത്തെ തെരഞ്ഞെടുപ്പ് ഏതായാലും സംഘർഷമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഘർഷം ഉണ്ടാകുക തന്നെ ചെയ്യും വലിയ രീതിയിൽ. അത് ഇന്ന് തൊട്ടേ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇന്ന് മുതലേ ഉണ്ടാകും. ഇന്ന് രാത്രിയിലുമൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരുപക്ഷെ അത് പോലീസിന്റെയും മറ്റും വെടിവെപ്പിലും കലാശിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ അവരുടെ തട്ടകമാണ്. ഈ കടന്നുകയറ്റക്കാരായ റോഹിംഗ്യകൾ അടക്കമുള്ള മുസ്ലിംസിന്റെ ഈ ബംഗ്ലാദേശി മുസ്ലിംസിന്റെ കേന്ദ്രങ്ങളാണ്. ഈ കേന്ദ്രങ്ങൾ അവരവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം BJP വന്നു കഴിഞ്ഞാൽ അതോടെ തീർന്നു എല്ലാ കച്ചവടവും. അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശാരീരികപരമായിട്ടുള്ള ആക്രമണത്തിന് മുതിരും. അത് ഒരുപക്ഷെ വെടിവെപ്പിലോ മറ്റു രീതിയിലോ കലാശിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ബൂത്തിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് കാണിച്ചു കഴിഞ്ഞാൽ റീപോളിംഗ് വെക്കും എന്ന്. റീപോളിംഗ് അത് ഇനിയിപ്പോ 100 ബൂത്തിലാണെങ്കിൽ 100 ബൂത്തിലും റീപോളിംഗ് വെക്കും, എത്ര ദിവസം കഴിഞ്ഞിട്ടായാലും എന്ന്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നാളത്തെ എക്സിറ്റ് പോളിൽ ബംഗാൾ ഒരു മാധ്യമവും പറയാൻ സാധ്യതയില്ല. കാരണം നാളത്തെ വോട്ടെടുപ്പ് മിനിമം കഴിയുമ്പോൾ തന്നെ ഒരു 8-9 മണിയെങ്കിലും ആവും.
കുറച്ച് ബൂത്തുകളിൽ പിന്നെയും റീപോളിംഗ് ഉണ്ടാകും. ഏതായാലും നാളത്തെ എക്സിറ്റ് പോളിൽ ബംഗാൾ ഏതെങ്കിലും ചാനലുകൾ പറയാനുള്ള ധൈര്യം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അഥവാ ഏതെങ്കിലും ചാനൽ പറയുന്നുണ്ടെങ്കിൽ അത് 1-ാം നമ്പർ ഉടായിപ്പുമായിരിക്കും. കാരണം വോട്ടിംഗ് കഴിയാതെ എങ്ങനെയാണ് എക്സിറ്റ് പോൾ പറയുന്നത്? അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. നമ്മുടെ ചാനലുകളൊക്കെ ആയതുകൊണ്ട് അവരത് തട്ടിവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല.